എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നിലവിൽ സംസ്ഥാനത്തെ 2 പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വയോരക്ഷ, വയോമിത്രം പദ്ധതികൾ. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന 2 പദ്ധതികളാണ്. അതിൽ ഒന്നാമത്തേത് വയോമിത്രമാണ്. സംസ്ഥാനത്ത് വയോജനയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള നൂതന പദ്ധതിയാണ് വയോമിത്രം. പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി വിവിധ പദ്ധതികളും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലെ അന്തേവാസികളുമായി ബന്ധപ്പെടുത്തി വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം പദ്ധതിയിലൂടെ സഹായങ്ങൾ സൗജന്യമായിട്ട് ലഭ്യമാകുന്നതിന് അർഹതയുള്ളത്. ഈ പ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് വൈദ്യസഹായം, സൗജന്യ മരുന്ന്, കൗൺസിലിംഗ് തുടങ്ങിയ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് വീടുകളിലെത്തി പാലിയേറ്റീവ് ഹോം കെയർ സൗജന്യ സേവനവും വയോമിത്രം പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട്. വയോജനങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും സൗജന്യ ആംബുലൻസ് സേവനവും നൽകുന്നതാണ്. ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സൗജന്യ സേവനങ്ങളും ഹോം കെയർ സംവിധാനത്തിലൂടെ നൽകുന്നതാണ്. വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്കുകളും നിലവിലുണ്ട്. വയോജന സൗഹൃദത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പറാണ് 14567 എന്നുള്ളത്. ഈ നമ്പർ എല്ലാ മുതിർന്ന പൗരന്മാരും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ വീട്ടിലുള്ളവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ രോഗാനന്തര മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഈ ഒരു ടോൾ ഫ്രീ നമ്പർ വിളിക്കാവുന്നതാണ്. ഓരോ നാട്ടിലും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ സേവനങ്ങളെല്ലാം നടപ്പിലാക്കി വരുന്നത്. അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വിവിധ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകൾ നൽകുന്ന സഹായങ്ങൾ, അതുമായി ബന്ധപ്പെടുത്തിയുള്ള പരാതികൾ, പെൻഷൻ സന്നദ്ധ സംഘടനകൾ, വൃദ്ധസദനങ്ങൾ ഇവയെല്ലാം കുറിച്ച് അറിയുന്നതിനും ഈ നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ചിട്ടുള്ള നിയമവുമായി ബന്ധപ്പെടുത്തി 2007 വിവരങ്ങൾ, വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമണത്തിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിനുള്ള പിന്തുണയും, പ്രധാനമായിട്ടും അഗതികളായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസം ഇവയെല്ലാം കുറിച്ച് അറിയുന്നതിനും ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. സാമൂഹിക, സാമ്പത്തിക, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നിലവിലുള്ളത്. ആരുടെയും കരുതലും സഹായവും തുണയുമില്ലാതെ ജീവിക്കുന്നവരും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും പങ്കാളി മരണപ്പെട്ടതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന വയോജനങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുകയും വയോജനങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കുകയും അത്യാവശ്യ ഘട്ടത്തിൽ നിയമസഹായം നൽകുകയും തുടങ്ങിയവയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സഹായങ്ങൾ. അതിനാൽ തന്നെ മുതിർന്ന പൗരന്മാർ ഇത്തരം സഹായ പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാലിയേറ്റീവ് ഹോം കെയറിൽ മുതിർന്ന പൗരന്മാരുടെയും വീട്ടിലെ കിടപ്പ് രോഗികളുടെയും സഹായത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. വീടുകളിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് സൗജന്യ കണ്ണട ലഭ്യമാകുന്നതാണ്. അതുപോലെ കമ്പിളി പുതപ്പിൻ്റെ വിതരണവും കട്ടിലിൻ്റെ വിതരണവും ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ദഹാസം പദ്ധതി പ്രകാരം സഹായവും നൽകുന്നതാണ്. ഷുഗർ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയും നിലവിലുണ്ട്. മുതിർന്ന പൗരന്മാർക്ക്
ഗുണഭോക്താക്കൾക്കായി ഊന്നുവടി സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയും ലഭിക്കുന്നതാണ്. പ്രധാനമായിട്ടും പഞ്ചായത്ത് വഴി ലഭിക്കുന്ന സഹായങ്ങളും നിരവധിയുണ്ട്. ഇവയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അങ്കണവാടികളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ പഞ്ചായത്തുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.